ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇറങ്ങണ്ടായോ? ആരാ ഇരുന്നത്? നീയല്ലേ സത്യമോളുടെ മുടിയും കെട്ടിയിരുന്നത്? അതുകൊണ്ടല്ലേ ഇരുന്നേ? അല്ലടെ രോഹിത്തെ, ശ്യാമയും പപ്പയും എവിടെ? അവരിതുവരെ വന്നില്ലല്ലോ. അല്ല, അവരിതുവരെ വന്നില്ലേ? അത് ഞാൻ വണ്ടിയിലെ ലഗേജ് ഒക്കെ എടുത്ത് വെക്കായിരുന്നു. ഞാനിപ്പോ വിളിക്കാം. പെട്ടെന്ന് വരാൻ പറ. കുട്ടികൾക്ക് പോകുന്ന വഴി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നും കൂടി പറ. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സത്യാമ്മേ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പപ്പി, ശ്യാമേ. രാഘവേട്ട, മരുന്നൊക്കെ എടുത്തു വെച്ചോ? പിള്ളേ എടുത്തിട്ടില്ലേ? ഓ സാറേ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മേ, നമ്മള് പോകുന്നില്ലെന്ന് ഉറപ്പാണോ? അതെ, നമ്മള് പോകുന്നില്ല. പക്ഷെ എനിക്ക് പോണം. സത്യ പോകുന്നുണ്ടല്ലോ. ദേ പപ്പി, വെറുതെ വാശി പിടിച്ച നല്ല അടി വെച്ചു തരും ഞാൻ. ശ്യാമേ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? പപ്പി, ദേ സത്യാമ്മ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. വേണ്ട, ഞാനും മോളും വരുന്നില്ല. എന്താ വരുന്നില്ലെന്നോ? എടി, നിങ്ങൾ രണ്ടുപേരും ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക അവര് താഴെ. ഞങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞാ വരുന്നില്ല, അത്ര തന്നെ. എങ്കിലേ നീ വരുന്നില്ലെങ്കിൽ വരണ്ട, മോളെ ഞാൻ കൊണ്ടുപോവാ. വാ മോളെ. അതെ, നിങ്ങൾക്ക് ഇവരെ കാണിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കാണോ? കുട്ടികളുടെ കാര്യത്തിലായാലും വലിയവരുടെ കാര്യത്തിലായാലും സത്യമ്മ കാണിക്കുന്ന ഈ വേർതിരിവ് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ചിലപ്പോ ഞാൻ പ്രതികരിച്ചു പോവും. വെറുതെ എന്തിനാ ഒരു പുണ്യസ്ഥലത്ത് പോകുമ്പോ വഴക്കും വെക്കാണോ ഒക്കെ? ക്ഷമേ, നീ വെറുതെ ഈ ബോധമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത്. പ്രാക്ടിക്കലായി ചിന്തിക്കേ. നമ്മളിപ്പോ ഇടഞ്ഞു നിൽക്കുന്നത് ബുദ്ധിയല്ല. എന്തൊക്കെ കാണിച്ചാലും പ്രവർത്തിച്ചാലും ചേർന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത്. സത്യമേ പിണക്കാതിരിക്കുക. അപ്പോ നമ്മളിവിടെ IAS കാരിയുടെ അടിമയായിട്ട് കഴിയണമെന്നാണോ രോഹിത് പറയുന്നത്? നമ്മുടെ കാര്യങ്ങൾ നേരാവണ്ണം നടക്കുന്നതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനിടയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളത് മൈൻഡ് ചെയ്യാനേ പാടില്ല. എടി, നിനക്കറിയാലോ, ഒരു 3 മാസത്തിനകം എന്റെ ഫ്രണ്ട് എനിക്ക് വിസ അയച്ചു തരും. പക്ഷേ കുറച്ച് കാശിനാവശ്യമുണ്ട്. സത്യാമ്മയോട് ചേർന്ന് നിന്നാ എനിക്ക് ആ വിസയുടെ പണം കൊടുക്കാൻ പറ്റും. എനിക്ക് ആ ജോലിക്ക് പോകാനും പറ്റും. ഈ വന്നിരിക്കുന്ന ഓഫർ കളയാതെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. രോഹിത്, എടി, മറ്റൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എനിക്ക് കിട്ടാൻ പോകുന്ന ജോലി അത് മാത്രം നീ ഓർത്താ മതി. എന്ന് വെച്ച് ഞാൻ ഇവിടെ അവര് അമ്മയുടെയും മരുമകളുടെയും കുത്തുവാക്കി കേട്ട് കിടക്കണോന്നാ? രോഹിത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ടിപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോണോന്ന്. രോഹിതിന് മനസ്സിലാവുന്നില്ല. ശമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യാമ്മ പറയുന്നത് അനുസരിക്കാനേ എനിക്കിപ്പോ നിർവാഹമുള്ളൂ. നീ വരുന്നെങ്കിൽ വാ. ഞാൻ വരുന്നില്ല. വേണമെങ്കിൽ മോളെ കൊണ്ടുക്കോ. വാ മോളെ, നമുക്ക് പോവാം. വാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അമ്മേ, അമ്മ വാ. ഞാൻ വരുന്നില്ല, പോ. മോള് വാ മോളെ. അമ്മ വാ. അമ്മേ, അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, മോള് വാ.